ഇന്ന് വന്നിട്ടുള്ളത് 3 ഐറ്റംസ് ആയിട്ടാണ്. ഒരു മസാലേനോണ്ട് നമ്മൾ 3 ഐറ്റംസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നന്നായിട്ട് വാടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിലോട്ട് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ക്യാരറ്റ് വേവാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ക്യാരറ്റ് ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉള്ളിത്തണ്ട് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 ഉള്ളിത്തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും അരച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ച് ചിക്കന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് മൈദപ്പൊടി എടുക്കുക. അതിലോട്ട് ഒരു എഗ് വൈറ്റ് എടുക്കുക. ഒരു ഫുള്ളായിട്ട് എഗ്ഗും എടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ലൂസ് പരുവത്തിലാണ് മാവ് വേണ്ടിയിട്ടുള്ളത്. 1 കപ്പാണെങ്കിൽ 1.5 കപ്പ് വെള്ളമൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക. അത് ചൂടായതിന് ശേഷം നമ്മൾ ദോശ ചുട്ടെടുക്കുക. അപ്പോൾ ഒരു ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ അടുത്തും കൂടിയും ഒരു ദോശയും കൂടിയും ചുട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് വെച്ച് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ചെയ്തിട്ട് ഇതേപോലെ മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി മൊത്തം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എഗ്ഗ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കുക. പിന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ആദ്യം എഗ്ഗിൻ്റെ മിക്സിൽ മുക്കുക. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇതെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ ബാക്കി വരുന്ന എഗ്ഗ് ഉണ്ട്. അതിലേക്ക് ഒരു എഗ്ഗും കൂടി ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ചുകൂടിയും ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടി ചേർത്തതാണ്. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് ഞാൻ പാനിൽ ചുട്ടെടുക്കുന്നുണ്ട് ഇതേപോലെ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എഗ്ഗ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കടിക്കാനൊക്കെ ഉള്ളിൽ കിട്ടുന്നതിനോട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഐറ്റം തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള എഗ്ഗിലോട്ട് തന്നെ ഞാൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ എടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് ചെറിയ ചെറിയ റൗണ്ടായിട്ട്. അപ്പോൾ ഈ ഒരു ഐറ്റവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ. വളരെ സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഈ സോഫ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോള് വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ റോൾ ഇട്ട് കൊടുക്കുക. ഒരു ഭാഗമായതിനു ശേഷം മറിച്ചിട്ട് വേവിക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള 3 ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പുകാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.